നിക്കാഹ്, കല്യാണം, സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു. മന്തി വേൾഡ്, ദ അറബിക് കുസീൻ, വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം, നിലമ്പൂർ റോഡ്, കരുളായി, പള്ളിപ്പടി. വിശദമായ വാർത്തകളിലേക്ക്. പാലം റോഡ് കാലങ്ങളായുള്ള ആവശ്യം പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസികൾ വോട്ട് ബഹിഷ്കരിച്ചു. ബൂത്തിലെത്തിക്കാൻ നിയോഗിക്കപ്പെട്ട വനമുദ്യോഗസ്ഥരെ ആദിവാസികൾ മടക്കി അയച്ചു. വഴിക്കടവ് പഞ്ചായത്തിലെ അളക്കലൂരിലെ 66 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാതെ ഭരണ സംവിധാനത്തോട് പ്രതിഷേധിച്ചത്. പാലം റോഡ് ഈ പാലം റോഡും കിട്ടാത്തടത്തോളം കാലം വോട്ട് ചെയ്യില്ല. നമ്മുടെ എല്ലാവരുടെയും തീരുമാനമാണോ ഇത്? അതെ, 2 കൊല്ലം തീരുമാനിച്ചു കഴിഞ്ഞു. പുഞ്ചക്കൊല്ലിൽ നിന്ന് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ടാവും. ശരി, കുറച്ച് ആൾക്കാരുണ്ടാവും, പോകാത്ത ആൾക്കാരുണ്ടാവും. ഓ, ആയിക്കോട്ടെ. നമ്മുടെ തീരുമാനം അതാണോ? എന്താ റോഡും പാലം ഞങ്ങൾ ആരും വരുന്നില്ല. ഞങ്ങൾ വാശിപ്പിടിച്ചത് തന്നെയാണ്. എല്ലാവർക്കും തീരുമാനം തന്നെയാണ്. ഒറ്റൊന്നും വരുന്നില്ല. ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ പറഞ്ഞ കാര്യം സാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ വോട്ടിന് വരാം, അല്ലാതെ ഞങ്ങൾ വരില്ല. ഞങ്ങൾ കഷ്ടപ്പാട് സർക്കാർ അറിയണില്ല. ഇവിടെ ജയിക്കണ മെമ്പർമാരോ MLA ആരും ഇത് അറിയണില്ല. കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ടേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഇനി മുള കിട്ടിയിട്ടില്ലല്ലോ, ഒരു പാണ്ട് പോലെ ഉണ്ടാക്കാൻ സൗകര്യമുള്ള സ്ഥലമല്ല. എന്നാൽ ഞങ്ങൾ വലിയ ഒരു പാലേറൊന്നും ഇല്ലല്ലോ, വലിയ പാലം കെട്ടാൻ. ഇത് അത്ര വീതിയൊന്നും ഇല്ലല്ലോ. ഒരു പാലം കെട്ടിത്തരാൻ പറഞ്ഞാൽ കെട്ടിത്തരുന്നില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടി ഞങ്ങൾ പോകണത്? ഞങ്ങൾ ആരും വരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസർമാർ തന്നേക്കാണ് ഈ വണ്ടി. അപ്പോൾ നിങ്ങൾ മാക്സിമം എടുത്ത് എല്ലാവരും വോട്ട് ചെയ്യിച്ച് തിരിച്ചെത്തിക്കുന്ന ഡ്യൂട്ടിയാണ് നമ്മൾ ഏൽപ്പിച്ചത്. ആയിക്കോട്ടെ, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രം ഞങ്ങൾക്ക് ഈ സൗകര്യം കിട്ടിയ പോരല്ലോ. ഒന്നും വേണമല്ലോ, ഒരു ആശുപത്രി കേസിന് സൗകര്യമാണ്. പിന്നെ ഒരു വീട്ടിലൊരു സാധനമുണ്ടെങ്കിൽ വൈക്കടോ പോകണം, അതിന് സൗകര്യമില്ലല്ലോ. ഒരു ആശുപത്രി കേസിന് വലിയ സൗകര്യമുണ്ടോ? ഒരു പ്രസവിക്കാൻ ഒരു പെണ്ണിനും കൊണ്ട് പോകാൻ വയ്ക്കുന്ന പ്രസവിച്ച് ആ പെണ്ണും കുട്ടി എന്താവും? ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇവിടെ ഞാൻ ഒറ്റ കുട്ടികളെ ഇവിടെ നിന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അവരെ കാലം ശരിയാക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ വരാം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ വേറെ തീരുമാനമാണോ ഇത്? അവർ പറയട്ടെ, കാരണം അവർ പറയണതും കാര്യമാണ്. ഞാനും ഇവിടെ ജീവിക്കുന്ന ആളാണ്. ഒരു തൊഴിലുറപ്പ് മര്യാദയ്ക്ക് അവർ തരുന്നില്ല. പിന്നെ തൊഴിലുറപ്പ് എടുത്ത് തന്നെ പൈസ കയറ്റിയിട്ടില്ല. അത് വോട്ട് കഴിയണം. അത് പല ഇത് കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പുഞ്ചക്കൊല്ലി, അളക്കലൂരുകളിലെ വോട്ടർമാർക്ക് പൂവത്തിപ്പൊയിലിലെ മദ്രസ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. ഇവരെ വോട്ട് ചെയ്യിക്കാൻ വനത്തിനുള്ളിൽ നിന്നും വാഹനത്തിൽ ബൂത്തിലെത്തിക്കേണ്ട ചുമതല സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KR രാജേഷിനായിരുന്നു. പുഞ്ചക്കൊല്ലിയിൽ നിന്നും 7 കിലോമീറ്റർ ഉൾവനത്തിലാണ് അളക്കലൂര് സ്ഥിതി ചെയ്യുന്നത്. SFO രാജേഷും സംഘവും ഊരിലെത്തി വോട്ട് ചെയ്യാൻ പോകണമെന്നാവശ്യപ്പെട്ടെങ്കിലും ആദിവാസികൾ തയ്യാറായില്ല. കാരണം തിരക്കിയപ്പോൾ ആദിവാസികളുടെ പ്രതിഷേധം അണപൊട്ടി. ആദിവാസികളുടെ ജീവിതാഭിലാഷമായ പുന്നപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാനോ ഊരിലേക്കുള്ള 7 കിലോമീറ്റർ വനപാത ഗതാഗതയോഗ്യമാക്കാനോ ഒരു രാഷ്ട്രീയക്കാരും തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയക്കാർ ഊരുകളിലെത്തുന്നത്. ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്നും എങ്ങനെ കഴിയുന്നുവെന്നും ആരും തിരിഞ്ഞു നോക്കാറില്ല. പട്ടികവർഗ വികസന വകുപ്പ് പോലും ഞങ്ങളെ സഹായിക്കുന്നില്ല. ആപത്തുകൾ വരുമ്പോൾ 3000 രൂപ വണ്ടിക്കൂലി മുടക്കി വേണം ഞങ്ങൾക്ക് പുറം ലോകമെത്താൻ. ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാതെ വോട്ട് ചെയ്യില്ലെന്ന് ആദിവാസികൾ ഉദ്യോഗസ്ഥരോട് തറപ്പിച്ചു പറയുകയും അവരെ മടക്കി അയക്കുകയുമായിരുന്നു. 2 മണിവരെ ഉദ്യോഗസ്ഥർ കാത്തുനിന്നെങ്കിലും 67 വോട്ടർമാരിൽ ഒരാൾ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താൻ പൂവത്തിപ്പൊയിലിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് വന്നത്. ഇയാളെ വോട്ട് ചെയ്യിപ്പിച്ച ശേഷം തിരികെ ഊരിലാക്കി വനപാലകർ മടങ്ങി. പുഞ്ചക്കൊല്ലിയിലെ 161 വോട്ടർമാരിൽ പകുതി പേർ മാത്രമാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.